UPSCയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗുപ്ത സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ കാരണങ്ങൾ. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയാണ്. 5-ാം നൂറ്റാണ്ടിൽ ലൊംബാർഡുകൾ എന്നറിയപ്പെടുന്ന ജർമാനിക് ഗോത്രങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം തകരുകയും സിൽക്ക് റൂട്ടിലൂടെയുള്ള കച്ചവടത്തിന് ഒരു ക്ഷീണം സംഭവിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി ഇന്ത്യയിലേക്കുള്ള കച്ചവടം കുറയുകയും സാമ്പത്തികമായി ഗുപ്ത സാമ്രാജ്യം തകരുകയും ചെയ്തു. ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് സ്കന്ദഗുപ്തയുടെ കാലഘട്ടത്തിലെ ഗോൾഡിന്റെ പ്യൂരിറ്റിയുടെ കുറവും അതുപോലെ തന്നെ സ്വർണ്ണ നാണയങ്ങളുടെ എണ്ണത്തിന്റെ കുറവുമാണ്. രണ്ടാമത്തെ കാരണമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് സെൻട്രൽ ഏഷ്യയിലെ പ്രധാന ഗോത്രവർഗമായിരുന്ന ഹൂണന്മാര് തുടർച്ചയായി ഗുപ്തന്മാർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. കുമാരഗുപ്തയുടെ കാലഘട്ടം മുതൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തൊർമാന, മിഹിരകുല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 ഹൂണ രാജാക്കന്മാരാണ് ഇന്ത്യയിൽ അധിനിവേശം ചെയ്തിട്ടുള്ളത്. ഇവരുടെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ കാരണം ഗുപ്ത സാമ്രാജ്യം തകർന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷനാണ് മാൻഡസോർ ഇൻസ്ക്രിപ്ഷൻ. അതുകൂടാതെ ഹ്യുവൻസാങ്ങിന്റെ സുയൂക്കി എന്ന് പറയുന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിലും നമുക്ക് ഇവരുടെ ആക്രമണങ്ങളെക്കുറിച്ച് കാണാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തെ കാരണമായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് സാമന്ത വ്യവസ്ഥ എന്ന് പറയുന്ന ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നു. ഗുപ്ത സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരുടെ കീഴിൽ മിലിറ്ററി ഉദ്യോഗസ്ഥർ ഗവർണർമാരായിട്ട് ഭരിച്ചിരുന്നു. ഗുപ്ത സാമ്രാജ്യം സാമ്പത്തികമായിട്ടും സൈനികമായും തകരുന്ന കാലഘട്ടത്തിൽ ഈ ഗവർണർമാർ ഓരോ മേഖലകളിലും മണ്ഡലങ്ങൾ എന്നറിയപ്പെടുന്ന സാമന്ത സ്വയംഭരണ മേഖലകൾ രൂപീകരിക്കുകയും അവിടെ മഹാമണ്ഡലേശ്വരന്മാർ അല്ലെങ്കിൽ മഹാസാമന്തന്മാർ എന്ന് പറയുന്ന പേരിൽ സ്വയം അവരോധിക്കുകയും ചെയ്തു. എപ്പോഴൊക്കെ ഗുപ്ത സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ ദുർബലരായി മാറുന്നു ആ സമയത്തെല്ലാം ചക്രവർത്തിയെ അട്ടിമറിച്ചുകൊണ്ട് ആ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് സ്വന്തം രാജ്യങ്ങളായി മാറാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള ഫ്യൂഡൽ വ്യവസ്ഥ ഗുപ്ത സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങളെല്ലാം ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടാണ് ഗുപ്ത സാമ്രാജ്യം 6-ാം നൂറ്റാണ്ടിൽ തകർന്ന് തരിപ്പണമാകുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സാമന്ത രാജാക്കന്മാർ അവരവരുടെ പ്രദേശങ്ങളിൽ നാട്ടുരാജാക്കന്മാരായിട്ട് ഭരിക്കുകയും അത് ട്രൈപാർട്ടി സ്ട്രഗിളിന് വഴിവെക്കുകയും ചെയ്തു. പിന്നീട് അത് രജപുത്ര രാജാക്കന്മാരുടെ ഉയർച്ചയ്ക്കും കാരണമായി മാറി. ഇത്തരത്തിൽ ഐക്യമില്ലാത്ത ഛിന്നഭിന്നമായ അനേകം നാട്ടുരാജ്യങ്ങളുടെ പരസ്പര മത്സരമാണ് ഈ തുർക്കിഷ് രാജാക്കന്മാരുടെ കടന്നുവരവിന് വഴിയൊരുക്കിയത്.